എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൾ, അവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. അവർ ചതഞ്ഞ ഞാങ്കണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. ദാസന്റെയും ദാസിയുടെയും ഒക്കെ ഒരു നിലപാടെന്ന് പറയണത്, എന്തെങ്കിലും അത്യാഹിത ഉണ്ടായാൽ ആ കള പോട്ട എന്നും പറഞ്ഞ് അവർ ഇട്ടച്ചും പോകത്തില്ല. ചതഞ്ഞ ഞാങ്കണ ഓടിക്കത്തില്ല. ഒരു തിരി പുകഞ്ഞിരിക്കുകയാണ്, അതിനെ കെടുത്തത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞ് വരുമെന്ന് വിശ്വസിക്കും. ഇതാണ് ദാസൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാകണം ഈ വിഷയത്തിൽ. എന്തെങ്കിലും ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നിങ്ങൾ പ്രെയർ ഉടനെ ഫ്ലോപ്പാക്കരുത്. മനസ്സിലായില്ലേ? പ്രെയർ എന്ന് വെച്ചാൽ പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത് പ്രാർത്ഥന 20% ഉള്ളൂ. ബാക്കിയെല്ലാം രോഗികളെ ശുശ്രൂഷിക്കുക, പത്രം വിതരണം ചെയ്യുക, പ്രേക്ഷിത പ്രവർത്തനമൊക്കെയാണ്. കർത്താവിനെ അറിയാത്തത് അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ചില ആൾക്കാർ പത്രം കൊടുക്കണമെങ്കിൽ ഏപ്രിൽ 2-ാം തീയതി മേടിച്ച പത്രം കൊടുക്കണത് ഏപ്രിൽ 28-ാം തീയതിയാണ് കൊടുത്തു തീരണത്. അതൊക്കെ വെച്ചാൽ നിങ്ങളുടെ വാദപ്പനിയാണ് കാണിക്കുന്നത്, വിശ്വാസത്തിൻ്റെ വാദപ്പനി. ബുദ്ധിയും ബോധമുള്ളവർ, ഇൻ്റലക്ച്വലായിട്ടുള്ളവർ അത് എടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം തീഷ്ണതയോടെ. ഇതെന്ന് വെച്ചാൽ ഏപ്രിൽ 28-ാം തീയതി വരെ എന്തുകൊണ്ടാണ് 2-ാം തീയതി പത്രം ഇരിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ഇവിടെ പോകുമ്പോൾ 2 പത്രം കൊണ്ട് പോകും. 2 പത്രം കൊണ്ടുപോയാൽ ആരും അറിയരുത്, ഞാൻ പത്രം കൊടുക്കുകയാണെന്ന് ഓർക്കരുത്. ഇങ്ങനെ അതായത് നിങ്ങളുടെ ഒരു ഈഗോ സെക്യൂർ ചെയ്തുകൊണ്ട് മാത്രം ന്യൂട്രലായിട്ട് തട്ടിപ്പ് കാണിക്കും. അതായത് പത്രം ബോൾഡായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അവിടെയാണ് വിഷയം ഇരിക്കുന്നത്. 10:32 ഇതിൻ്റെ അടിസ്ഥാന വചനമാണ്. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയണം. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ പേടിയുള്ളവരാണ് ആദ്യ ദിവസം 2 ദിവസം പത്രം കൊണ്ടേ കൊടുത്ത്, 5 ദിവസം കഴിയുമ്പോൾ 1 പത്രം കൊണ്ടേ കൊടുത്ത്, ഇങ്ങനെ എല്ലാം കൂടി നക്കാപ്പിച്ച കൊടുത്ത് അവസാനിപ്പിക്കും. കൊടുക്കണതെല്ലാം ശരിയാണ്, തെറ്റില്ല. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ചാൽ നിലപാട് തെറ്റിപ്പോയി. എന്താണ്? ആരും അറിയരുത് ഞാൻ പത്രം കൊടുക്കുകയാണെന്ന്. ഞാൻ വായിക്കാൻ വേണ്ടി പത്രം എടുത്ത് അവർക്ക് കൊടുത്തത് വെച്ചാൽ അങ്ങനെ 30 ദിവസം കഴിഞ്ഞപ്പോൾ പത്രം എല്ലാം തീർന്നു. പക്ഷേ അതിൻ്റെ തട്ടിപ്പുണ്ട്. തട്ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈഗോ ഉണ്ട്, നിങ്ങൾ ആരോ ആണെന്ന് നിങ്ങൾ ധരിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ വിനയമില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയണത് എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ പറയണത്. പിടിയിട്ടില്ലേ? അതാണ് 1 പത്രോസ് 5:6 എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പൊ ഈ തക്ക സമയം എന്നുള്ളത് ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഉടമ്പടി എടുക്കുമ്പോൾ സമയം ആരാ നിശ്ചയിക്കുന്നത്? അമ്മയാണ് നിശ്ചയിക്കുന്നത്. തക്ക സമയം മാത്രമല്ല, ആ വിഷയം അമ്മ തന്നെ നിശ്ചയിക്കും. ആ തൃശ്ശൂരത്തെ സഹോദരി പറഞ്ഞത്, ഞങ്ങൾക്ക് ഓസ്ട്രേലിയയൊക്കെ ഞാൻ ഉടമ്പടി വെച്ചത്, പക്ഷേ അമ്മ അതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പോൾ US മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിഷയം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷയേക്കാൾ വലുതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പറഞ്ഞാൽ ആ സാക്ഷി അവസാനിക്കണത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അറിവുണ്ടല്ലോ, നമ്മളുടെ അറിവ്, നമുക്ക് ഇപ്പോൾ ഉള്ള അറിവ് അതിൻ്റെ പരിധിയിൽ നിന്നാണല്ലോ നമ്മൾ ഓരോ കാര്യം സമീപിക്കണത്. പക്ഷേ ഉടമ്പടി എപ്പോഴും വരണത് ദൈവത്തിൻ്റെ അറിവിൽ നിന്നാണ് വരണത്. നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തർക്കും അറിയുന്നത് അറിവ് കൂടുതലാണ്. അറിവ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തന്നെ അവിടുന്ന് 1971 അവിടുന്ന് അപ്പം തന്നെ പോളിടെക്നിക്ക് പിള്ളേർ പോകുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. അവരൊക്കെ ഇന്ന് വിദേശത്തൊക്കെ ഓരോരോ എഞ്ചിനീയർമാരായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ അറിവില്ലായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് വരണത് നമ്മൾക്കുള്ള അറിവിൻ്റെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ വിഷയം വെക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ കഴിയുള്ളതാണ് ദൈവം. നമ്മൾ ആഗ്രഹിക്കുന്ന എഫേസ്യരുടെ ലേഖനമാണ്, അതായത്
എഫേസ്യസ് 3:20 വായിച്ചോളൂ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, അത് ഏറ്റു പറഞ്ഞ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ തലമുറ കഴിഞ്ഞാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? തലമുറകൾ തോറുമാണ്. നമ്മുടെ വിശ്വാസത്തിന് തലമുറ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ വിശ്വാസം നിന്ന് പോകരുത്. അത് കാര്യം മക്കളെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്തിനാണ്? അത് ദൈവ പദ്ധതിയാണ്. എഫേസ്യസ് 3:20 ഞാനൊരു വീട്ടിൽ എൻ്റെ ഒരു പ്രത്യേക കാര്യം, എൻ്റെ ഒരു ലിറ്റററി വർക്കിന് വേണ്ടി ഒരു വീട്ടിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി തരാൻ വേണ്ടി ഒരു റൈറ്ററിനെ കാണാൻ പോയി. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ആ വർക്ക് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉടമ്പടിയെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അവരിങ്ങനെ ഉടമ്പടിയൊന്നും ചെയ്യണ ആൾക്കാരല്ല. കാരണം അവരുടെ സമയം രണ്ടുപേരും ആ രീതിയിലാണെന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. എനിവേ ഞാൻ അവിടെ ചെല്ലുന്നിടത്തോളം കാലം മാതാവിനെക്കുറിച്ച് അവിടെ പറയാതിരിക്കെ പോരണത് ഞാൻ മാതാവ് എൻ്റെ ജീവിക്ക് പിടിക്കുന്നത്. കാരണം ഞാനോട് പറഞ്ഞ് നമ്മളിപ്പോഴൊക്കെ ജീവിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയണത് നമ്മുടെ ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ ഉള്ളത് വിശ്വാസമാണ് സാധാരണ ഉള്ളത്. പക്ഷേ പലപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യണത് വിശ്വാസം ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല. ഭയങ്കര സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നാൽ വിശ്വാസത്തെ നിൽക്കത്തില്ല. നമ്മളിപ്പോൾ വിശ്വാസികളാണെങ്കിലും ജെറ്റ് നടപടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻസ് പോലെ നിന്ന് വിറക്കണ കാണാം നമ്മൾ. അതായത് ഫെയ്ത്തിൽ നിൽക്കാത്തത് കൊണ്ടാണത് ആ വിഷയം. നമുക്ക് വിശ്വാസം ഉണ്ടേ, പക്ഷേ പെട്ടെന്നൊരു ജപ്തി നടപടി വന്നാൽ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളം തെറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിശ്വാസത്തിൻ്റെ താളം അപ്പം തെറ്റിപ്പോവും. അപ്പം നമ്മുടെ കയ്യിരിക്കണ വിശ്വാസം പലതും വിറക്കണ വിശ്വാസമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഫിഡലിറ്റിയിലെ വിഷയം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാറ്റഗിസം പോലും പൊളിച്ചെഴുതണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പോൾ നിലവിലിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റഗിസത്തിൻ്റെ സിലബസ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഫിഡലിറ്റിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. എനിക്കൊക്കെ വിശ്വാസം ഈ കാറ്റഗിസത്തിൽ എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ലെന്ന് പറഞ്ഞു. ഉടനെ അത് അയാൾക്ക് ഇപ്പോൾ ക്യാച്ച് ചെയ്ത് അയാൾ പറയണത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മകനും പറയണത് ഈ കാറ്റഗിസത്തിൽ അവന് വിശ്വാസമില്ലെന്നാണ്. ഞാനൊരു ദൈവം ഇത് വിളിക്കാൻ നേരത്തെ പാണ്ടായ എൻ്റെ മകനും പറഞ്ഞത് അതാണ്, നാം ആ കാറ്റഗിസത്തിൽ പോണില്ലെന്ന്. അത് കാരണം ഈ കാറ്റഗിസത്തിൻ്റെ സിലബസിൽ അവന് വിശ്വാസമില്ലെന്നാണ് അച്ഛൻ പറഞ്ഞതിൻ്റെ അവനും പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്, കാറ്റഗിസം ഫെയ്ത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫിഡലിറ്റിയാണ്, ഫെയ്ത്ത്, ഇത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയായിട്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് വിറച്ചിലില്ല, വിറക്കത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായി വിറക്കത്തില്ല. നമ്മളെന്തുകൊണ്ടാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ വിറക്കണേ? എന്താണ്, നമുക്ക് വിശ്വാസം മാത്രം. വിശ്വാസത്തിൽ ഈ വിറയലുണ്ട്. ഇപ്പം ലാമ്പി സ്കൂട്ടറൊക്കെ ഓടിച്ച് 60 കയറുമ്പോൾ തന്നെ തുള്ളാൻ തുടങ്ങത്തില്ലേ? ഇത് കഴിഞ്ഞ് ഹെവി ലോഡ് എടുക്കണില്ല ഈ വിശ്വാസം. പക്ഷേ വിശ്വസ്തതയാണെങ്കിൽ മാതാവ് ഏത് സമയത്ത് ഏത് കുരിശിൻ്റെ ചുവട്ടിലും മകൻ്റെ ചോര ചവിട്ടി കൂളായിട്ട് നിൽക്കണം, ഒരു പാർക്കിൻസൺസ് ഇല്ലാതെ നിൽക്കണം. കണ്ടില്ലേ? അതാണ് സാധനം. കാരണം ആ ഒരു വിശ്വസ്തതയാണ് അവരുടെ കയ്യിലുള്ളത്. അവർ ദൈവമായിട്ട് ബിസിനസ് ചെയ്തിരിക്കണ വിശ്വസ്തത വെച്ചാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഉടമ്പടി പ്രകാരം വിശ്വസ്തയോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളുടെ മേൽ നട്ടലോടുകൂടി അപ്പോസ്തലികമായി പ്രതിരോധിക്കാൻ അമ്മയുടെ ആത്മശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഞാൻ പോരാൻ നേരത്ത് ഈ പയ്യന് വന്നേച്ചും പറഞ്ഞു, അച്ഛാ എൻ്റെ കാലെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കാര്യം അവൻ ഈ ബോക്സിങ് പഠിക്കാൻ പോവുകയാണ്, അവൻ്റെ ജോലി അതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, കാലെങ്ങനെ എഡർ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ മുക്കിനിട്ട് കിടക്കുമ്പോൾ വീഴും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി നിൻ്റെ കാല് കസര കയറ്റി വെക്കാൻ പറഞ്ഞു. മുട്ട കൈ തൊട്ട് പ്രാർത്ഥിക്കാനാണ്. ഞാൻ പറഞ്ഞു ശരി. പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേ ഇവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് വേണ്ടേ? കാര്യം എന്താണ്, ഇവനത് വിശ്വസിക്കണ്ടേ? അതുകൊണ്ട് ആ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. അവന് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞപ്പോഴുണ്ട് പാപ്പ അടിക്കണം. ഇതാണ് പ്രശ്നം.
തലമുറകൾ ദൈവം മഹത്വപ്പെടണം, മക്കൾ വിശ്വാസി വളരണം. മക്കൾ വല്ല പോഴത്തരവും പറഞ്ഞുകൊണ്ട് അപ്പൻ അതും കേട്ടിരിക്കുകയാണ്. കാറ്റഗറിസത്തിൻ്റെ സിലബസ് കുഴപ്പമാണെന്ന്. കാറ്റഗറിസത്തിൻ്റെ സിലബസ് കുഴപ്പമായി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തലം വേറെയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബേസിക് കാറ്റഗറിസം പോലും മക്കളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലത്തിന് ശേഷം നിങ്ങളുടെ കുടുംബം അന്യം നിന്ന് പോകും. കാര്യം മക്കൾക്ക് വിശ്വാസബോധ്യമില്ലെങ്കിൽ അവർ അവിശ്വാസികളെ വിവാഹം കഴിക്കും, വിശ്വാസമില്ലാത്തൊരു വിവാഹം കഴിക്കും, എതിർ വിശ്വാസികൾ വിവാഹം കഴിക്കും. അതോടുകൂടി നീ നേടി വെച്ചതൊക്കെ ആരുടേതാകും. ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ വിഷയം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുന്നത്. അതാണ് എഫേസ്യസ് 3:20. എല്ലാ തലമുറകളിലും ദൈവം മഹത്വപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവന് മക്കളും പെരക്കിടാങ്ങളും ഒക്കെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ മക്കളാ, എൻ്റെ പേരക്കിടാങ്ങളാ, അങ്ങയെ അറിഞ്ഞ് ജീവിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ ഉപകരണമാക്കണമേ, എന്നെ ഉപകരണമാക്കണമേ, എന്നെ ഉപകരണമാക്കണമേ. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് വേണം. കാര്യം നമ്മുടെ കാലത്തിന് ശേഷവും ഈ കുടുംബത്തിൽ ഈശോയെ തന്നെ ആരാധിക്കപ്പെടണം. നമ്മുടെ രക്തത്തിൽ നിന്ന് പിറന്ന കുഞ്ഞുങ്ങളെല്ലാം, എത്ര കുഞ്ഞുങ്ങൾ ഏതെല്ലാം തലമുറകളുണ്ടായാലും, കഴിഞ്ഞ ദിവസം ചക്യാത്തി പിതാവ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നു. കാരണം അവിടെ എന്നെ പഠിപ്പിച്ച ഗുരുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആലപ്പുഴ വന്നൊരു ധ്യാനം നടത്തി നോൻപിൻ്റെ അച്ഛന്മാർക്ക്. പിതാവ് പോകാൻ നേരത്ത് കൊടുത്ത സന്ദേശം പിന്നീട് ഞങ്ങളുടെ പിതാവ് അനാവറമ്പ പിതാവ് വിശദീകരിച്ച് തന്നപ്പോഴേ അവർ തമ്മിലുള്ള ഇൻബിറ്റ്വീൻ ടോക്കിൽ പറഞ്ഞു, ചക്യാത്തി പിതാവിനെ പട്ടം കൊടുത്ത പിതാവിനെ ചക്യാത്തി പിതാവിനെ അറിയാം. അങ്ങനെ പട്ടം കൊടുത്ത് അതിക്ക് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം, അതിക്ക് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം. അങ്ങനെ 16-ാം നൂറ്റാണ്ട് വരെ എത്തുമ്പോൾ ഒരു ഓർത്തഡോക്സ് പിതാവാണ് ചക്യാത്തി പിതാവിൻ്റെ അങ്ങേ തിരക്ക് നിൽക്കണത്. പട്ടം കൊടുത്തതിൻ്റെ കാര്യം കയ്യൊപ്പ് വഴിയാണല്ലോ ഇത് അധികാരം അഭിഷേകം കൈമാറണത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ കാലം മുഴുവനും നിൻ്റെ വിശ്വാസം പകർന്ന് പോകണം. അതിനുവേണ്ടി നീ കർത്താവിൻ്റെ ദിവസം കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എഫേസ്യൻസ് 3:20 അനുസരിച്ചുകൊണ്ട് എൻ്റെ തലമുറകള് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നീ എൻ്റെ ഗോത്രങ്ങളെ വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. മക്കളെ, ഉടമ്പടിയോട് കഴിയുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഇൻറ്റിമേറ്റ് ആകുകയാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാതെ എൻ്റെ ചങ്കാണെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഈശോ നമ്മുടെ ചങ്കാകണം, അമ്മ നമ്മുടെ ചങ്കാകണം. ഇൻറ്റിമസിയുടെ അകത്ത് വലിയ കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ ആത്മബന്ധം. കാര്യം ഈശോ പറഞ്ഞ ആത്മബന്ധം ഉണ്ടായാൽ വെളിപാടുകളുണ്ടാകും. നമുക്ക് ഇപ്പം നമുക്ക് ജപ്തി നടപടിയാണെന്ന് വിചാരിച്ചോ, പക്ഷേ അതിൻ്റെ വഴി ആർക്കറിയാം? ദൈവത്തിന് അറിയാം. നീ ഇപ്പം ജപ്തി നടപടിയാണ് നിനക്ക്, നീ രക്ഷപ്പെടാനുള്ള വഴി ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് എന്താ പറയണത്, നീ നടക്കേണ്ട വഴി. 32:8 സങ്കീർത്തനം എപ്പോഴും പറയാറുണ്ട് ഞാൻ. ഒന്ന് പറഞ്ഞ്, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പം നീ ഇസ്രയേലിലാണോ, ഇസ്രയേലിലാണോ അതുപോലെ തന്നെ മാൾട്ടയിലാണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണോ പോകുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി വഴി എടുത്തത് എന്താ വെച്ചാൽ, അയാൾക്ക് ഇസ്രയേലിൽ പോകണം. മെസ്സേജ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് ഇസ്രയേലിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാ വെച്ചാൽ ഞാനെല്ലാം സെറ്റ് ചെയ്ത് ഏജൻറ്റുമായിട്ടൊക്കെ സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മെസ്സേജ് ഇല്ല, മാൾട്ടയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. കരയാക്കി റബ്ബർ വിൽപ്പന റബ്ബർ കട പൂട്ടിപ്പോയി, കടം കുറേ ഉണ്ട്. പക്ഷേ എന്താ ഇസ്രായേലിൽ പോകണ്ടെന്ന് പറഞ്ഞത്? എന്താ ഇസ്രായേലിൽ പോകേണ്ടത്? മെസ്സേജ് എടുക്കുമ്പോൾ ഇസ്രായേൽ പോകണ്ടെന്ന് പറയാൻ കാരണം അയാൾ ആ മെസ്സേജ് കിട്ടണ വരെ ഇസ്രായേലിൽ പ്രശ്നമൊന്നുമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹമാസ് 11 പേരെ കൊന്നവിടെ. കഴിഞ്ഞ ആഴ്ച 11 പേരെ ഇസ്രായേൽക്കാരെ കൊന്നു. അപ്പോൾ തീർച്ചയായിട്ടും റംസാൻ കാലത്ത് യുദ്ധം ഉറപ്പാണ്. അപ്പോൾ ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലാനും പറ്റത്തില്ല, കാശ് കൊടുത്താൽ പോയതാണ് തന്നെ. ഏത് കാലത്താണ് സെറ്റിൽമെൻറ്റ് വരുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ചില കാര്യം നിന്നെ ബ്ലോക്ക് ചെയ്യും.
അതുകൊണ്ട് ലാഗ് ചെയ്യണം. ഇപ്പോൾ യുക്രൈനിൽ പോയ പിള്ളേരെല്ലാം തിരിച്ചു വന്നില്ലേ? 20,000 പേര് തിരിച്ചു വന്നില്ലേ? യുക്രൈനിൽ യുദ്ധം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. പക്ഷെ കർത്താവിന് അറിയാമായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സെക്യൂർ ആകാൻ വേണ്ടി ദൈവത്തിരുസന്നിധി വെക്കുന്നതിൻ്റെ കാരണം. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വമാണ്. കാരണം നമ്മൾക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ കർത്താവിനറിയാം. കർത്താവിന് അറിയാവുന്ന കാരണം നീ നിൻ്റെ സെക്യൂർ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ അത് നാളെ കാലങ്ങളിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, നിയമം ചേഞ്ച് ചെയ്യുമോ, അങ്ങനെ വല്ല അതുകൊണ്ട് നിന്നെ ബാധിക്കുമോ, നിൻ്റെ PR-നെ ബാധിക്കുമോ, അല്ലെങ്കിൽ നിൻ്റെ ജപ്തി നടപടിക്ക് എന്ത് ചെയ്യണം, ജപ്തി നടപടി നിൻ്റെ പറമ്പും വീടും കൊണ്ട് പോകുമോ ആൾക്കാർ, അപ്പോൾ അതിനെന്താ പരിഹാരം, എല്ലാ കാര്യവും ദൈവത്തിന് അറിയാം. അവൻ എല്ലാം അതേ പിതാവേ അങ്ങ് എല്ലാം അറിയുന്നുവെന്ന് ഈശോ പറയാം. ചോര വിയർക്കുമ്പോഴും ഈശോ പറയുന്ന ഒരു സംഭവമാണ്. എന്താണ് പറയുന്നത്? ചോര വിയർത്ത് ഗെത്സെമനിൽ ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോഴും ഈശോ ഈ ചോരയിൽ പ്രഖ്യാപിക്കുന്ന ഒരു രക്തസാക്ഷിത്വമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. പിതാവേ സമസ്തവും അങ്ങയ്ക്ക് സാധ്യമാണ്. ആദ്യം പറയണത് പിതാവേ എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു, എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു. പിതാവ് അറിയുന്ന കാരണം അത് പുത്രനും അറിയുന്നു. അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവികളെല്ലാം ദൈവം കൃത്യമായിട്ട് അറിയും. അപ്പം നീ വെച്ചിരിക്കേണ്ട കാര്യം, യുക്രൈനിലാണ് കഴിഞ്ഞ കൊല്ലം വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചതുകൊണ്ട് അറിയാൻ പാടാത്തത് കൊണ്ടല്ലേ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നില്ലേ? അവരുടെ ഹോസ്റ്റലും മെഡിക്കൽ കോളേജൊക്കെ ബോംബിട്ട് പോയി. തിരിച്ചു വിടാൻ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അത് നീ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കർത്താവ് നിന്നെ അഫിലിയേറ്റ് ചെയ്തിട്ട് അവിടുത്തെ പഴയ റെക്കോർഡ്സൊക്കെ എടുപ്പിച്ചിട്ട് നിൻ്റെ വിദ്യാഭ്യാസം കറക്റ്റ് ചെയ്യും. പക്ഷേ ഇതാണ്, ചില കാര്യങ്ങൾ നമുക്കറിയാൻ പാടില്ലാത്തത് മുമ്പിലുണ്ടാവും. അതുകൊണ്ട് അത് ലാഗ് ചെയ്യണ കാരണം നിങ്ങൾ അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എനിക്ക് ഉക്രൈനിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കൈയും കാലോട്ട് അടിക്കരുത്. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ അതായത് അതിൻ്റെ അകത്ത് ഒരു ലാഗിങ് വന്നാൽ ചിലപ്പോൾ ദൈവം തന്നെ വരുത്തിയിരിക്കുന്നതാകും. അതുകൊണ്ട് നീ തർക്കം ഉണ്ടാക്കരുത്. നീ പൊട്ടക്കാരൻ കാണിച്ച് ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോയാൽ നിൻ്റെ എളിമയോട് നിന്നാലല്ലേ ദൈവത്തെ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അഹങ്കാരികളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തർക്കിക്കരുത്, ബഹളം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. ഒരു കാരണത്തിനും തർക്കിക്കരുത്. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്യൂ നമുക്കുണ്ടാകത്തില്ലേ ജീവിതത്തിൽ? കുടുംബത്തിൽ ഇഷ്യൂ ഉണ്ടാകും, നാത്തുമാർ ഇഷ്യൂ ഉണ്ടാക്കും, വീട്ടിൽ അനിയത്തിമാർ ഇഷ്യൂ ഉണ്ടാക്കും, ചേട്ടന്മാർ ഇഷ്യൂ ഉണ്ടാക്കും, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഇവരെല്ലാവരും ഓരോ കാര്യത്തിന് വേണ്ടി അവരവരുടെ രീതിയിലേക്ക് കുടുംബത്തെ വരച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും. അതുതന്നെ പിള്ളേരായാൽ തന്നെ എന്താ, ഒരാൾക്ക് ഇഡ്ഡലി വേണം, ഒരാൾക്ക് പുട്ട് വേണം, ഒരാൾക്ക് ദോശ വേണം, വീട്ടിൽ കിടന്ന് അടുക്കളയിൽ കളഞ്ഞ് ഇടിയാണ്. നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പുട്ട് വേണ്ട ഉടനെ പാത്രം എടുത്ത് തള്ളി വെക്കും. അപ്പോൾ 2 അടി തലക്കെട്ട് കൊടുക്കുമ്പോൾ ക്ലിയർ ആയിക്കൊള്ളൂ. അത് നിങ്ങൾ അടിക്കാത്തതാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. എന്താ പ്രശ്നം വെച്ചാൽ അങ്ങനെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഓരോരുത്തന്മാർക്ക് ഇഷ്ടമുള്ളത് ഓരോരോ രീതി ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നടുവ് പോകുന്നല്ലാതെ ഇവന്മാരൊക്കെ വലുതായിട്ട് അമ്മ എങ്ങനെ നടുവ് പോയെന്നൊന്നും ആരും തിരക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. ഇതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാകും. അവരവരുടെ രീതിയിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടു പോകാൻ നോക്കും. പക്ഷേ അങ്ങനെയുണ്ട് ഓരോ അയൽവാസികൾ അവരുടെ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ അവരുടെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. ഇങ്ങനെ ഓരോരുത്തരും നമ്മളെ അവരവരുടെ അങ്ങനെ ഇഷ്യൂ ഉണ്ടാകും. ചില സമയത്ത് നമുക്കതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ നമുക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ ആ വഴിക്ക് പോകും. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുടുംബത്തിലുണ്ടാകും, പുറത്തും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ നിലപാടുള്ളത് കൊണ്ടാണ്, നിലപാട് കറക്റ്റല്ലാത്തത് കൊണ്ടാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഈശോ പറയും അത് അവളവളുടെ വഴിക്ക് വിട്ടരുന്ന് പറയും. ഇപ്പോൾ മാർത്ത ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അടുക്കള പ്രശ്നം ഉണ്ടാക്കി. അടുക്കള കലാപം എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയതാണത്? മാർത്ത ഉണ്ടാക്കിയതാണ്. അടുക്കള കലാപം ആരുണ്ടാക്കിയതാണ്? മാർത്ത ഉണ്ടാക്കിയതാണ്. മറിയം കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് മാർത്ത പറഞ്ഞ്, കർത്താവ് ഇവളെന്നെ പരിചരണ വിഷയത്തിൽ തനിയെ വിട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് ചിന്തയില്ലേ, അവൾ വന്ന് എന്നെ സഹായിക്കാൻ പറ. അതാ മാർത്തയുടെ അജണ്ട. അതാണ് എന്താണ്, അവൾ കൂടി ഇവിടെ വന്ന് സഹായിക്കണമെന്നുള്ള. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിക്കാരാണ്. അപ്പോൾ രീതിയിലേക്ക് നമ്മളെ വലിച്ചൊഴിച്ച് എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ അവിടെ കണ്ണിലെ കരടാവും, അല്ലെ അപ്പോൾ അത് എൻ്റെ പേര് ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പം നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ അവർ ഫോൺ ചെയ്ത് ഗ്രൂപ്പാക്കും. നമ്മൾ ഒറ്റപ്പെട്ടു പോയി. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും പെട്ടയായിട്ട് നിന്നിട്ട് ഒരു കഥയുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കർത്താവിൻ്റെ ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം. അതാണ് 10:40.
ലൂക്കാ 10:40 ഇഷ്യൂസ് ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ അടുക്കള കലാപമാകാം, ചിലപ്പോൾ അയൽവാസി കലാപമാകാം, ചിലപ്പോൾ നിങ്ങളുടെ ഇതിലായിരിക്കും കലാപം ഉണ്ടായിരിക്കണം. എവിടെ? ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും കലാപം ഉണ്ടാകണത്. ചിലപ്പോൾ നിങ്ങളോട് വളരെ താല്പര്യമുള്ള ഡോക്ടർമാരെ ചില നേഴ്സുമാർ ചുവപ്പിട്ട് അവരുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പണി തന്നെന്ന് വരും. ഇപ്പം പണി തരണതും പാരവെപ്പൊക്കെ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും പണിയില്ലാത്ത, പാരവെപ്പില്ലാത്ത പാർട്ടിയില്ല, സർക്കാർ ഓഫീസില്ല, അതുപോലെ വീടുകളില്ല, ഒന്നുമില്ല. എല്ലായിടത്തും ഈ സാധനം ഉണ്ട്. അത് അവർ പറയണത് ശരിയാണെന്ന് അവർ പറയുകയും ചെയ്യും. ഇപ്പോൾ മാർത്താ പറഞ്ഞത് ശരിയാണെന്നല്ല മാർത്താ പറയണത്. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഇതൊന്നും അല്ല പ്രശ്നം എന്താണ്? നിങ്ങൾ ദൈവത്തോട് ഇൻറ്റിമസി ആകുക. നീ വന്നിവിടെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയം കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്നു എന്നതിൻ്റെ അർത്ഥം. പലരും നമുക്ക് പണി വെച്ചാലും പാര വെച്ചാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾ പക്ഷേ എന്ത് ചെയ്യും? പാര വെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പാരയും കൊണ്ട് നമ്മൾ ചെല്ലും. പണി വെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പണിയും കൊണ്ട് ചെല്ലും. അതുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി കൊളാപ്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാലത്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഷ്യൂസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ നിങ്ങളുടെ ഇൻറ്റിമസി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആരവിടെ? കർത്താവുമായിട്ട് ആത്മബന്ധം. അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ പ്രലോഭനവും പല രീതിയിലുള്ള പ്രതിരോധമൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ ദൈവത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകരുത്. വിട്ടുമാറാതെ നിങ്ങളാ വിശുദ്ധിയിലും ഭക്തിയിലും പ്രാർത്ഥനയിലും അതേസമയം നിലപാടിലും ദൈവത്തോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് നിൽക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മബന്ധം പുലർത്തിയാലുള്ള ഗുണം ഇൻറ്റിമസി ഉണ്ടാകും. ഇൻറ്റിമസി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? നമുക്ക് വെളിപാടുകൾ കൂടും. ഇൻറ്റിമസി കൂടിക്കഴിഞ്ഞാൽ 14:21 യോഹന്നാന്റെ സുവിശേഷം. എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. എന്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും.